എടാ വേണുക്കുട്ടാ, എനിക്കൊരു നല്ല ഫോട്ടോഗ്രാഫറെ തരാം അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആണാ? അത് മതി, സെറ്റാ, അടിപൊളി, അയാൾ മതി. ഇല്ലില്ല, അതിനൊന്നുമല്ല, ഇത് ഒരു കുടുംബ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. ആള് മാറ്റണ്ട കേട്ടോ, അത് തന്നെ മതി. ആ ശരി, വെച്ചോ. നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരും തലൈവർ താൻ. എങ്ങോട്ട് വരാൻ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറെ ഒന്നും പോയിട്ടില്ലല്ലോ. ശോകമാണ് ഈ തല. ഞാൻ അതല്ല പറഞ്ഞത്. ഇത്രയും നാളും നിങ്ങളെല്ലാവരും കൂടെ അച്ഛൻ്റെ പേരിലൊരു കുതിര കയറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കുടുംബ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തില്ല എന്ന് നടന്നിരിക്കുന്നു. അത് സാധാരണ ആപ്പ ഫോട്ടോഗ്രാഫറൊന്നും അല്ല വരാം. പിന്നെ സിനിമയ്ക്ക് ഫോട്ടോ എടുക്കുന്ന, സിനിമ നടന്മാരുടെ ഫോട്ടോ എടുക്കുന്ന സിനിമ ഫോട്ടോഗ്രാഫർ. എന്റെ പൊന്നച്ഛ, വല്ല ഊടായ്പ വല്ലതും ആയിരിക്കും. ഇതാണ് നല്ലത് ചെയ്താലും എന്നാലും നമ്മളെ ഒരു പുച്ഛം. നീ നോക്കിക്കോ, ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോഗ്രാഫർ വരും, നീ ഞെട്ടും. ശരിക്കും സിനിമയിലുള്ള ആൾക്കാരാണോ? കൊള്ളാലോ. അല്ല, അമ്മയുടെ മോള് ഇവിടെ വന്നിരിക്കുവാന്നാ? പിന്നെ ഞാൻ എവിടെ നിക്കണം? എവിടെ ഇരിക്കണോന്ന്? നിന്നോടല്ലേ ഞാൻ കറിക്കോ പച്ചക്കറി അരിയാൻ പറഞ്ഞേ? പച്ചക്കറി അറിയാന്ന് എനിക്ക്, ഞാൻ ഭയങ്കര ബിസി. എനിക്ക് എല്ലാവർക്കും ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ളതാ. അതിനിപ്പോ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്നേ? പറയാ അച്ഛ അങ്ങോട്ട്. നീ പറഞ്ഞു കൊടുക്കുന്നത് എന്നാ പറ. നീ പറഞ്ഞില്ലേ കുടുംബ ഫോട്ടോ എടുക്കണമെന്ന്, അതിനൊരു ഫോട്ടോഗ്രാഫർ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. കണ്ട ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും എടുക്കുന്ന ഫോട്ടോഗ്രാഫറൊന്നും അല്ല, സിനിമ നടന്മാരുടെ ഫോട്ടോ എടുക്കുന്ന സിനിമ ഫോട്ടോഗ്രാഫർ. എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? വിശ്വാസമായിട്ടില്ല, വരുമ്പം ഞെട്ടും. എന്റെ അമ്മ, അവർക്ക് ഫ്രെയിം ബ്യൂട്ടി, ഈ ഫ്രെയിമിൽ നല്ല ബ്യൂട്ടി ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ, സിനിമയിലൊക്കെ റെക്കമെൻഡ് ചെയ്യും. ആരെ? നമ്മളെ. ഫോട്ടോയിൽ ആര് വരുന്നോ അവർക്ക് ഫ്രെയിം ബ്യൂട്ടി ഉണ്ട്, അവരെ റെക്കമെൻഡ് ചെയ്യുന്ന ഇവള് പറഞ്ഞത്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആണെങ്കിൽ വേണ്ട, ഞാൻ പോയി അച്ചമ്മയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടെ ഒന്ന് സുന്ദരിയാക്കുന്നേ. വേണോ? വേണ്ടേ? വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഞാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പോകും. പച്ചക്കറി അറിഞ്ഞോളണം? ഇല്ല. വേണേ പോയി ഒരുങ്ങിക്കോ, ഞാൻ ഒരുങ്ങാൻ പോവാ. അവസാനം എന്നെ കുറ്റമൊന്നും പറയാൻ പറ്റരുത്. കിടിലം ഫോട്ടോഗ്രാഫറാണ്. എന്തായാലും ആദ്യമായിട്ടൊരു ഫാമിലി ഫോട്ടോ എടുക്കുന്നല്ലേ, നന്നായി ഒന്ന് ഒരുങ്ങാം. അച്ഛമ്മ, ഇതല്ലേ നടക്കുവോ? എന്നാ നിന്റെ മുഖത്തിട്ട് തരാം, അപ്പൊ അറിയാൻ നടക്കോ ഇല്ലയോന്ന്. അയ്യേ, എനിക്കൊന്നും വേണ്ട. എന്റെ മുഖത്തിട്ടോ? ഇവിടെ മേക്കപ്പ് ഒക്കെ തുടങ്ങിയ? പിന്നെ എപ്പോഴോ തുടങ്ങിയല്ലേ. അച്ഛമ്മയാണ് ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യൻ അല്ലടാ, സരസ്വതി വൈദ്യർ. അച്ചമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവ മീശയില്ല വാസു, ഇവനെ തേച്ചിട്ടൊരു കാര്യമില്ല. മീശയിലാവാസ് നിന്റെ അച്ഛൻ. ദേ, എന്റെ മോനെ പറഞ്ഞാണ്ടല്ലോ എന്നെ വിട്ടേച്ച് പോവും. ഒന്നോട്ട് പോവോ? വളരെ എനിക്ക് മീശ എന്താണ് വളരും. നമ്മുടെ ഫോട്ടോഗ്രാഫറെ ഇപ്പൊ വരും. ഞങ്ങൾ തന്നെ തലയും കുത്തി വെക്കണം. തലയും കുത്തി നിക്കണ്ട. പക്ഷെ ആരാ വരുന്നേന്നറിയാവോ? ആരാ വരുന്നു? സിനിമയിലൊക്കെ ചെയ്യുന്ന ആളാ. ഇത്രയും വലിയ ഫോട്ടോഗ്രാഫറാണോ? ആണോന്നോ? പുള്ളിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ക്യൂവാ. പുള്ളിയുടെ ഫോട്ടോ എടുക്കാനോ? അല്ല, പുള്ളിയുടെ അല്ല, പുള്ളി അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഞാനെന്നാ പോയി റെഡി ആവട്ടെ. ഇത് പുറകെ തിന്നോട്ട് പോവോ? എനിക്ക് മീശ കളിക്കാനല്ലല്ലോ, നിനക്കല്ലേ. ഇത് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ തേച്ചാ മതി.